സംസ്ഥാനത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സാധ്യതകൾ വിലയിരുത്തി മനോരമ ന്യൂസ് സീ വോട്ടർ നടത്തിയ മെഗാ ഇലക്ഷൻ സർവേ പ്രകാരം പാലക്കാട് ജില്ലയിൽ ഇടതുമുന്നണിക്ക് വ്യക്തമായ മേൽക്കൈ പ്രവചിക്കുന്നു. ജില്ലയിലെ 12 നിയമസഭാ മണ്ഡലങ്ങളിൽ 8 മുതൽ 10 വരെ സീറ്റുകൾ LDF നേടുമെന്നാണ് സർവേ ഫലം. അതേസമയം ഏറ്റവും കനത്ത പോരാട്ടം നടക്കുന്ന പാലക്കാട് നിയമസഭാ മണ്ഡലം നിലവിലെ വിവാദങ്ങൾക്കിടയിലും UDF നിലനിർത്തുമെന്നും സീ വോട്ടർ പ്രവചിക്കുന്നു. ജില്ലയിൽ UDFന് 2 മുതൽ 4 സീറ്റുകൾ വരെ ലഭിക്കാമെന്നും NDAക്ക് വിജയസാധ്യതയില്ലെന്നും സർവേ വ്യക്തമാക്കുന്നുണ്ട്. പാലക്കാട് മണ്ഡലം കനത്ത പോരാട്ടമാണ് നടക്കുന്നത്. UDFന് മുൻതൂക്കം. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും വാശിയേറിയ പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ് പാലക്കാട്. ഇത്തവണ കോൺഗ്രസിന്റെ രമേശ് പിഷാരടി, BJP നേതാവ് ശോഭാ സുരേന്ദ്രൻ, LDFിലെ NMR റസാഖ് എന്നിവർ തമ്മിലാണ് പ്രധാന മത്സരം. സിറ്റിംഗ് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെട്ട വിവാദങ്ങളെല്ലാം മറികടന്ന് UDF മണ്ഡലം നിലനിർത്തുമെന്നാണ് പ്രവചനം. വോട്ട് വിഹിതത്തിന്റെ കാര്യത്തിൽ LDFും UDFും തമ്മിൽ 2% വ്യത്യാസം മാത്രമാണുള്ളത്. LDFന് 38%വും UDFന് 36%വും വോട്ട് ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. NDAക്ക് 19% വോട്ട് വിഹിതവും സ്വതന്ത്രർക്കും മറ്റു കക്ഷികൾക്കും 7% വോട്ടും സർവേ പ്രവചിക്കുന്നുണ്ട്. ശോഭാ സുരേന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വം BJPക്ക് വലിയ പ്രതീക്ഷ നൽകുന്നുണ്ടെങ്കിലും വിജയസാധ്യത NDAക്കില്ലെന്നാണ് സീ വോട്ടർ കണ്ടെത്തൽ. 2021 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിലെ ഷാഫി പറമ്പിൽ 3959 വോട്ടുകൾക്കാണ് NDAയിലെ E ശ്രീധരനെ തോൽപ്പിച്ചത്. ഷാഫി പറമ്പിൽ MP ആയതിനെ തുടർന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ 18,724 വോട്ടിന്റെ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ മണ്ഡലം നിലനിർത്തിയിരുന്നു. മന്ത്രി MP രാജേഷ് വീണ്ടും ജനവിധി തേടുന്ന തൃത്താലയിൽ ഇത്തവണ LDFന് കാര്യങ്ങൾ എളുപ്പമാകില്ലെന്നാണ് പ്രീ പോൾ സർവേ ഫലം. കഴിഞ്ഞ തവണ രാജേഷ് തോൽപ്പിച്ച VT ബൽറാമിന് ഇക്കുറി നേരിയ വിജയസാധ്യതയുണ്ടെന്ന് സീ വോട്ടർ പ്രവചിക്കുന്നു. V ഉണ്ണികൃഷ്ണനാണ് ഇവിടെ NDA സ്ഥാനാർത്ഥി. 2021 തെരഞ്ഞെടുപ്പിൽ 3016 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് തൃത്താലയിൽ MP രാജേഷ് VT ബൽറാമിനെ പരാജയപ്പെടുത്തിയത്. ഇടതുകോട്ടയായി ഒറ്റപ്പാലം തുടരുമെന്നാണ് സീ വോട്ടർ സർവേയുടെ പ്രവചനം. 2021 15,152 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ CPM വിജയിച്ച മണ്ഡലത്തിൽ സിറ്റിംഗ് MLA അഡ്വക്കേറ്റ് K പ്രേംകുമാർ തന്നെയാണ് LDF സ്ഥാനാർത്ഥി. മുൻ CPM നേതാവ് PK ശശി UDF സ്വതന്ത്രനായി രംഗപ്രവേശം ചെയ്തത് വലിയ ചർച്ചയായിരുന്നുവെങ്കിലും അത് ഇടത് വോട്ടുകളിൽ വിള്ളലുണ്ടാക്കില്ലെന്നാണ് സർവേ ഫലം. സംവിധായകനും നടനുമായ മേജർ രവി BJP സ്ഥാനാർത്ഥിയായി എത്തിയതോടെ മണ്ഡലത്തിൽ ത്രികോണ പോരാട്ടമാണ് നടക്കുന്നത്. ജില്ലാടിസ്ഥാനത്തിൽ LDFന് തന്നെയാണ് മേൽക്കൈ. സീറ്റ് നില ജില്ലയിലെ 12 സീറ്റുകളിൽ 8 മുതൽ 10 വരെ സീറ്റുകൾ ഇടതുമുന്നണി നേടുമെന്ന് സർവേ പറയുന്നു. UDF 2 മുതൽ 4 സീറ്റുകൾ വരെ നേടാനാണ് സാധ്യത. NDA മികച്ച വോട്ട് വിഹിതം നേടുമെങ്കിലും വിജയസാധ്യതയുള്ള സീറ്റുകളൊന്നും BJPക്ക് സർവേ പ്രവചിക്കുന്നില്ല.